ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നേരത്തെ 2-3 ക്ലാസ്സുകളിലായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. എന്റെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ബേസ് ക്ലാസ്സുകളും കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് കാർഡ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് എ ബ്ലാക്ക് കാർഡ്, എ കിങ്, എ ക്യൂൻ, എ സ്പെയ്ഡ് കിങ്, എ കിങ് ഓർ എ ക്യൂൻ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ കാർഡ് ഗെയിംസ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കാർഡ് ഗെയിംസ്, കാർഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നം ഈ ക്വസ്റ്റ്യനിൽ ഉണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ കാർഡ് ഒന്ന് മനസ്സിലാക്കുക. മെയിൻലി 4 കാർഡുകളാണ് വരുന്നത്: സ്പെയ്ഡ്, ക്ലബ്ബ്, ഹേർട്ട്, ഡയമണ്ട്. ഓക്കെ, അതായത് സ്പെയ്ഡും ക്ലബ്ബും എന്താണ്? ബ്ലാക്ക് ആണ്. ഇനി ഹേർട്ടും ഡയമണ്ടും എന്താണ്? ഇവിടെ റെഡ് ആണ്. ഓക്കെ, ഇനി ഓരോന്നിലും എന്തൊക്കെ വരും? ജാക്ക്, കിങ്, ക്യൂന്, എയ്സ്, 2 3 4 5 6 7 8 9 10 എന്നുള്ള രീതിയിൽ ഓരോ കാർഡിലും വരുന്നു. ഓക്കെ, അതായത് ഓരോ കാർഡും കൂട്ടിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 ഓരോ കാർഡിലും ഇതേപോലെ 13 എണ്ണം വരുന്നുണ്ട്. അതായത് 13 ഇൻറ്റു എന്ത് വരും? 4. എത്രയാണ് ടോട്ടൽ വരിക? 52 ടോട്ടൽ വരുന്നുണ്ട്. അതായത് ഇവിടെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 52 ആയിരിക്കും. അത് മനസ്സിലാക്കുക. ഇനി ഓരോ ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്യാൻ ഇത് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇവിടെ എ ബ്ലാക്ക് കാർഡ് ആണ്. ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിച്ചത്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതും ബ്ലാക്ക് ആണ്. അപ്പൊ 13ഉം 13ഉം ഇതിൽ 13 വരുന്നു, ഇതിൽ 13 വരുന്നു. ടോട്ടൽ എത്ര വരും? 13 പ്ലസ് 13 26 ഡിവൈഡ് ബൈ 52 എന്ന് ആൻസർ വരും. സിമ്പിൾ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് കിട്ടാനുള്ള ചാൻസ് 1 2 3 4 കിങ് ആണ് വരുന്നത്. അപ്പൊ 4/52 ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്യൂൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്യൂൻ. ഓക്കെ, ക്യൂൻ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ക്യൂൻ കിട്ടാനുള്ള ചാൻസ് വരുന്നത് ഇവിടെ വരുന്നത് എത്രയാണ്? 1 2 3 4 4 ആൻസർ എന്ത് വരും? 4/52. അടുത്തത് സ്പെയ്ഡ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്പെയ്ഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? സ്പെയ്ഡ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇപ്പൊ 13 എണ്ണാണ് വരുന്നത്. സ്പെയ്ഡില് 13 ഡിവൈഡ് ബൈ 52 എന്ന് വരും. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്പെയ്ഡ് കിങ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്പെയ്ഡ് കിങ് കിട്ടാനുള്ള ചാൻസ് ആണ്. സ്പെയ്ഡില് കിങ് കിട്ടാനുള്ള ചാൻസ് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്ത് വരും? 1/52 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ആറാമത്തത് കിങ് ഓർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് ഓർ ക്വീൻ ആണ്. ഓക്കെ, ചാൻസ് എന്താണ്? കിങ് അല്ലെങ്കിൽ ക്വീൻ ആണ്. കിങ് 1 2 3 4, ക്വീന് 4. അപ്പൊ എത്ര വരും? 8 ഡിവൈഡ് ബൈ 52 എന്ന് വരും. ഓക്കെ, ഇതേ രീതിയിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. പക്ഷെങ്കിൽ ഈ കാർഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതോടൊപ്പം ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. മാക്സിമം എല്ലാ ക്ലാസ്സുകളും കൃത്യമായി വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതോടൊപ്പം എന്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.